എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ നിധിയെ കളിയാക്കിയ നിഖിലിനും നിഖിലിൻ്റെ ഫ്രണ്ട്സിനും സുധീഷും സഹോദരന്മാരും ചേർന്ന് നല്ല രീതിയിൽ തല്ലു കൊടുക്കുന്നുണ്ട്. തല്ലി പഞ്ഞി കിടുന്നൊരവസ്ഥ ആയിട്ടുണ്ട്. ആ സമയത്താണ് അങ്ങോട്ട് നമ്മുടെ ഹരീഷ് വരുന്നത്. ഹരീഷും ബാക്കിയുള്ള നിഖിലിന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിഖിലിനൊക്കെ പറയും, നീ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് നിധിയോട് ക്ഷമ പറയാൻ പറയും. അങ്ങനെ നിഖിലിനെ അടിച്ച് നിധിയുടെ കാഴ്ചവെട്ടിക്കൊണ്ടിടുകയാണ്. ആ സമയത്ത് പറയും, ഇനി എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത്, മേല ഇനി പെൺകുട്ടികളുടെ ഇമാതിരി രീതിയിൽ നീ സംസാരിക്കരുതെന്ന് പറയും. 5 പെൺകുട്ടികൾ താമസിക്കുന്ന വീട്ടിൽ താമസിച്ച് കഴിഞ്ഞാൽ അവൻ അഞ്ജലിന്ന് പേരിടുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിധിയും ദേഷ്യപ്പെടുന്നുണ്ട്. ഇനി മേലെ ഒരു പെൺകുട്ടിയുടെ നേർക്കും ഇവൻ ഇങ്ങനെ മോശമായി സംസാരിക്കരുതെന്ന് പറയും. നിധി തന്നെയാണ് സുധീഷിൻ്റെ അടുത്ത് പറയുന്നത്, തല്ലി അവൻ്റെ കൈയും കാലും ഒടിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ അവന്മാരെയൊക്കെ തല്ലിച്ചതച്ചതിന് ശേഷം തിരിച്ച് വീട്ടിൽ വരുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ വരുന്ന നിഖിലിനെ കാണുന്ന അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നിനക്ക് എന്ത് പറ്റി, നീ വണ്ടിയിൽ നിന്ന് എങ്ങാനും വീണോ നോക്കുമ്പോൾ, ഞാൻ വണ്ടിയിൽ നിന്നൊന്നും വീണയല്ല, ഇവിടെ കാമ്പവനുണ്ടല്ലോ ഹരീഷ്, അവനും അവൻ്റെ സഹോദരങ്ങളും ചേർന്ന് എന്നെ അവസ്ഥയാക്കിയത്, എന്താ കാര്യമെന്ന് ഇത് ചോദിക്കാൻ പറയും. എന്തോ കാര്യം, നിൻ്റെ അടുത്ത് സംസാരിക്കരുത്, നിന്നെ കാണരുതെന്ന് പറഞ്ഞതിന് അവന്മാർ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് പറയും. ഒരു കാരണമില്ലാതെ ഹരീഷും സഹോദരങ്ങളും ഇങ്ങനെ ചെയ്യത്തില്ലെന്ന് പറയും. നീ കള്ളം പറയാതെ, അതേടി അവൻ പറയുന്നതെല്ലാം കള്ളം, നിനക്കെപ്പോഴും നീ സ്നേഹിക്കുന്നവൻ്റെ വിചാരം മാത്രമല്ലേ ഉള്ളൂ, അവൻ പറയുന്നതെല്ലാം സത്യം, ഞങ്ങൾ പറയുന്നതെല്ലാം കള്ളത്തരം, ഇതിനൊരു പരിഹാരം കണ്ടിട്ടേ ഉള്ളൂ ബാക്കിക്കാര്യം, നമുക്ക് അങ്ങനെ ഇതിന് തിരിച്ച് പകരം വീട്ടണം, നിനക്കാരുമില്ലാതെ നീ അനാഥനൊന്നും അല്ലെന്ന് പറഞ്ഞുകൊണ്ട് നീതുൻ്റെ അമ്മ പുറത്തോട്ടിറങ്ങിയെന്ന് അയൽക്കാരെയൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ അവൻ ചോദിക്കും, എന്താ നിഖിലേ എന്ത് പറ്റുമെന്ന് നോക്കി പറയും. അവനില്ലേ ആ ഭാസ്കരൻ, അവൻ്റെ മക്കൾ റൗഡികൾ ചേർന്ന് ഇങ്ങനെ എൻ്റെ മോനെ ഈ അവസ്ഥയാക്കിയെന്ന് നീതുവിൻ്റെ അച്ഛൻ പറയും. നീ എന്തിനാ അവന്മാരുടെ കൂടെയൊക്കെ ആ ചട്ടമ്പികളുടെ കൂടെയൊക്കെ കൂട്ടിന് പോകുന്ന പറയും. അയ്യോ അവൻ കൂട്ടിനൊന്നും പോയല്ല, അവന്മാർ വെറുതെ എൻ്റെ മോനെ തല്ലിയാന്ന് പറയും. ആ സമയത്ത് എനിക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റേഷനിൽ പരാതി കൊടുക്കാമെന്ന് നീതുവിൻ്റെ അമ്മയോട് പറയുന്നുണ്ട്. അത് ശരി. അപ്പോൾ നീതു പറയുന്നുണ്ട്, അമ്മയെ വെറുതെ വേണ്ടാത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കി വെക്കരുത്, ഒരു തെറ്റും ചെയ്യാതെ നിഖിലേട്ടനെ അവരെ അടിക്കത്തില്ല, അവർ നീ പൊടി, നീ അതിനെല്ലാം പ്രശ്നത്തിന് കാരണമെന്നൊക്കെ പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിഖിലിനെയും വിളിച്ചുകൊണ്ട് നീതുവിൻ്റെ അച്ഛനും അമ്മയും നേരെ ഭാസ്കറിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഭാസ്കറിൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് അവർ വരുന്നത് അവിടുത്തെ കൗൺസിലറെയും കൂട്ടിക്കൊണ്ടാണ്. അങ്ങനെ കൗൺസിലറിനെ കാണുമ്പം സുഭാഷ് പറയും, നമസ്കാരം എന്നൊക്കെ പറയും. എന്ത് നമസ്കാരം, ഒരു ചെറുപ്പക്കാരൻ്റെ കൈയും കാലും ഒക്കെ തല്ലി ഓടിച്ചിട്ട് നീ നമസ്കാരം പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കും, സാറേ സത്യം അറിയാൻ വയ്യാതെ വെറുതെ സംസാരിക്കരുത്, അവർ പറയുന്ന ഭാഗം മാത്രം കേട്ടോണ്ടാണ് ഞങ്ങളോട് നിങ്ങൾ സംസാരിക്കുന്നത്, ഞങ്ങളുടെ ഭാഗം നിങ്ങൾ കേട്ടില്ലെന്ന് പറയും. ഇനി എന്തോന്നാ കേൾക്കാൻ, എൻ്റെ മോൻ്റെ കൈയും കാലും തല്ലി ഓടിച്ച് അവനെ ഈ അവസ്ഥയിലാക്കിയിട്ട് പിന്നെ നീയൊന്ന് ന്യായം പറയുന്നു എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കാണ് ഭാസ്കരനും അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവർ മൊത്തത്തിൽ പ്രശ്നമാവും. കൗൺസിലർ നീതുവിൻ്റെ വീട്ടുകാരുടെ ഭാഗം മാത്രം കേട്ടിട്ടാണ് ഭാസ്കരനെയും വീട്ടുകാരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അഹങ്കാരം നിർത്തിത്തരാം, ഞങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടാണ് വരുന്നത്, അവരിങ്ങോട്ട് വരട്ടെന്ന് പറയും. അങ്ങനെ നീതുവിൻ്റെ അച്ഛനും അമ്മയും ഭാസ്കരനുമായിട്ടങ്ങ് സംസാരിക്കുകയാണ്. അങ്ങനെ അവരും ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല, 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് സംസാരിക്കുകയാണ്. ആ സമയത്ത് പറയും, എങ്കിൽ ഇതിനൊരു പരിഹാരം കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോന്നോളെന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ സത്യം അറിയാൻ വേണ്ടി നീതു നേരെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് ചെല്ലുന്നുണ്ട്. ഹരീഷ് ആ സമയം വർക്ക്ഷോപ്പിലില്ല, വീട്ടിലാണ്. അപ്പോഴത്തേക്ക് നീതു വന്നിട്ട് വർക്ക്ഷോപ്പിൽ ചോദിക്കും, ഹരീഷ് ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ചന്തു പറയും, ഇല്ല, എന്തോ ഹരീഷ് എവിടെ പോയെന്ന് ചോദിക്കും. അപ്പം ഇവിടെ നടന്ന പ്രശ്നമൊന്നും നീതു അറിഞ്ഞില്ലെന്ന് ചോദിക്കും. എന്ത് പ്രശ്നം, നീതുവിൻ്റെ ചേട്ടനില്ലേ ആ നിഖിൽ, അവനാണെന്നുണ്ടെങ്കിൽ നിധിയേട്ടത്തി ബസ് സ്റ്റോപ്പിൽ നിന്ന സമയത്ത് നിധിയേട്ടത്തി അഞ്ജലിന്ന് വിളിച്ച് കളിയാക്കി, 5 ആണുങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന നിന്നെ അഞ്ജലി എന്നാണ് വിളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം രീതി മോശമായിട്ടാണെന്നറിയോ അവർ നിധിയേട്ടത്തിയോട് സംസാരിച്ചതെന്ന് പറയും. അത് ചോദിക്കാൻ വേണ്ടി ഹരീഷേട്ടൻ പോയിരിക്കുന്നതെന്ന് പറയും. നീ സത്യമാണോ ചന്തു പറഞ്ഞു? പിന്നെ അല്ലാതെ, അത് ഞാൻ കണ്ടോട് നിന്ന ബസ് സ്റ്റോപ്പിൽ വെച്ച് നീതുവിൻ്റെ ചേട്ടൻ നിധിയേട്ടത്തിയോട് മോശമായിട്ട് സംസാരിക്കുന്നതും ഏട്ടത്തി കരഞ്ഞോണ്ട് വീട്ടിലോട്ട് പോകുന്നതെന്ന് പറയും. അതൊക്കെ കേട്ട് ആർക്കാ സഹിക്കാൻ പറ്റുന്നത്, ഏട്ടത്തി അങ്ങനെ ഒരു പെൺകുട്ടിയാണോ, അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ നീതു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്തു നീതുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിനായിരിക്കും നിഖിലേട്ടനെ എല്ലാവരും ചേർന്ന് തല്ലിയെന്ന് പറയും. പിന്നെ അല്ലാതെ തല്ലി കിട്ടേണ്ട കാര്യമില്ലേ, നീതുവിൻ്റെ ചേട്ടൻ ചെയ്തതെന്ന് ചോദിക്കും. അങ്ങനെ ആ നീതു തിരിച്ച് നേരെ ഹരീഷിൻ്റെ വീട്ടിലോട്ടാണ് നീതു അങ്ങോട്ട് വരുന്നത്. ആ സമയം തന്നെ പോലീസുകാർ നമ്മുടെ ഭാസ്കറിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നികേഷും നിധി അകത്താണ്. അപ്പോൾ ഏട്ടത്തിപ്പം അങ്ങോട്ട് പോകണ്ട, എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം പോകാമെന്ന് പറയും. അപ്പോഴത്തേക്ക് സുധീഷും ഹരീഷും സുഭാഷും ഭാസ്കരനൊക്കെ പുറത്ത് വയ്ക്കുന്നുണ്ട്. നീതുവിൻ്റെ അമ്മയും നിഖിലും നീതുവിൻ്റെ അച്ഛനും ഉണ്ട്, കൗൺസിലറും ഉണ്ട്, കുറച്ച് നാട്ടുകാരൊക്കെ ചേർന്ന് ഇപ്പോൾ ഉണ്ട്. അങ്ങനെ അവിടെ അങ്ങ് സംസാരമാവുകയാണ്.
ഇത് ആരാ നിന്നെ തല്ലിയെന്ന് നോക്കും. ഇതാ ഈ നിൽക്കുന്ന ഇവന്മാരാ സാറേ, ഇവന്മാർ 4 പേര് ഇവിടുത്തെ ചട്ടമ്പികളാണ്, ഇവന്മാർ ചേർന്ന് എന്നെ തല്ലി. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി വെറുതെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. എൻ്റെ പെങ്ങളുടെ പുറമെ ഇവൻ നടക്കുന്നുണ്ട്, ഇനി മേലെ നടക്കരുതെന്ന് പറഞ്ഞ് ഞാൻ അവനെ ഓൺ ചെയ്യുന്നതിൻ്റെ പ്രതികാരം വീട്ടാൻ ഇവനും ഇവൻ്റെ സഹോദരനും ചേർന്ന് എന്നെ തല്ലി ചതച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നിധി ഇതെല്ലാം അകത്തുനിന്ന് കേൾക്കുകയാണ്. നിധിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ചെയ്ത് തെറ്റൊക്കെ ചെയ്യുകയും ചെയ്തു, എന്നിട്ട് പിന്നെ അവൻ്റെ ഭാഗം അവൻ ന്യായീകരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം കണ്ടോ സാറേ, എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ്റെ പെങ്ങളുടെ പുറകെ നടക്കുന്നവൻ ചോദ്യം ചെയ്തു, അതിപ്പോൾ ആരാരും ചോദ്യം ചെയ്യത്തില്ലേ, അതിനെ ഇവന്മാരൊരു പേപ്പട്ടിയെ തല്ലുന്ന കണക്ക് എൻ്റെ മോനെ തല്ലിയെന്ന് നോക്കും. ആ പേപ്പട്ടികളെ ആകുമ്പോൾ തല്ലിക്കൊല്ലും. ഡോ താനാരാ, ഞാനിവർ അച്ഛനാന്ന് പറയും. ഇയാളാ സാറേ ഇതിൻ്റെ എല്ലാം ആണിക്കല്ലേ, ഇയാളെ ഇവന്മാരെയൊക്കെ ഇളക്കി വിടുന്നതെന്ന് പറയും. ഇയാളൊരു ക്രിമിനലാണ്, ഇയാളെ ഭാര്യയെ കൊന്നിട്ട് ഇയാൾ ജയിലിൽ പോയത് എന്നൊക്കെ പറയും. അപ്പോൾ നാട്ടുകാരൻ പറയും ശരിയാ സാറേ, ഈ കുടുംബത്തെക്കുറിച്ച് പൊതുവെ ആർക്കും ഒരു നല്ല അഭിപ്രായമൊന്നുമില്ല, എന്താണോ ഇത്, നാട്ടുകാർ മൊത്തം നിങ്ങൾക്കിത് തിരിഞ്ഞിരിക്കുവാണല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ എന്തിനാ തല്ലിയെന്ന് നോക്കും. അപ്പോൾ സാറേ അത് എൻ്റെ ഭാര്യയോട് ഇപ്പം മോശത്തോടെ സംസാരിച്ചെന്ന് പറയും. ഇല്ല സാറേ എന്ന് നിഖിൽ പിന്നെയും പറയുകയാണ്. ആ സമയത്ത് സുധീഷ് പറയും അവളോട് മോശമായിട്ട് സംസാരിച്ചു, അതിൻ്റെ പേരിലാണ് ഞാൻ ചോദ്യം ചെയ്തു, ഒരു ഭർത്താവെന്ന നിലയ്ക്ക് എനിക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് പറയും. ആ സമയത്താണ് നമ്മുടെ നിധി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത്. നികേഷ് ഏട്ടത്തി വേണ്ട വിടുന്നു നികേഷ് എന്ന് പറഞ്ഞുകൊണ്ട് നിധി അങ്ങോട്ട് ഇറങ്ങി ചെല്ലും. സാറേ നടന്ന സത്യം എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറയും. അങ്ങനെ നിധി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിധി ജോലിക്കാനായിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോയതും ബസ് സ്റ്റോപ്പിൽ വെച്ച് നിഖിലിൻ്റെ ഫ്രണ്ട്സും ചേർന്ന് നിധിയോട് മോശമായിട്ട് സംസാരിച്ചതും അത് കേട്ടുകൊണ്ട് നിധി വീട്ടിൽ വന്നതും അങ്ങനെ അതൊരു ചോദിക്കാൻ ചെന്നത് ഒരു കയ്യാങ്കളിയിൽ അവസാനിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. എടാ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്ന പെൺപിള്ളാരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസുകാരും നിഖിലിനെ ശാസിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ നീതു അങ്ങോട്ട് വരുന്നത്. നീതു പറയും സാറേ ഇവർ ഈ പറയുന്നതെല്ലാം സത്യമാണെന്ന് നീതു പറയുന്നുണ്ട്. കുട്ടി ഏതാ, ഞാൻ ഇവരുടെ മകളാണെന്ന് പറയും. എൻ്റെ ചേട്ടനാ നിഖിൽ, അവനെയാ ഇവർ തല്ലിയെന്ന് പറയും. ഞാനും ഇവിടെ ഈ വീട്ടിൽ ഹരീഷുമായിട്ട് ഇഷ്ടത്തില്ല, ആ ഇഷ്ടം വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ല, അതിൻ്റെ പേരിൽ ഓരോരോ പ്രശ്നങ്ങളെന്ന് നടന്നുകൊണ്ടിരിക്കുക. ഏട്ടത്തി ബസ് സ്റ്റോപ്പിലോട്ട് ബസ് ഇറങ്ങുന്ന സമയത്ത് ഏട്ടത്തിയോട് മോശമായിട്ട് സംസാരിച്ചതുകൊണ്ട് ഹരീഷും ചേട്ടന്മാരും ചേർന്ന് അവനെ തല്ലിയത് അവൻ്റെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാണെന്ന് പറയും. എന്താണോ ഇത്, പരാതി കൊടുത്തിട്ട് നിങ്ങളുടെ മകൾ തന്നെ നിങ്ങൾക്കെതിരെ സംസാരിക്കുകയാണല്ലോ, എടി ഇങ്ങോട്ട് വരാൻ പറയും. പക്ഷേ അമ്മ എന്നെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നടന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞത്, നിങ്ങൾ ആരെതിർത്താലും ഞാൻ ഹരീഷിനെ വിവാഹം കഴിക്കും, അതിൻ്റെ പേര് എന്ത് പ്രശ്നം സംഭവിച്ചാലും. പിന്നെ ഏട്ടത്തിയോട് ഇവൻ ചെയ്ത തെറ്റ് തന്നെ, അതുകൊണ്ട് തന്നെ അവന് തല്ല് കിട്ടിയെന്നും നീതു സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് തന്നെയാണ് നമ്മുടെ ഗംഗാധരനും ലളിത അങ്ങോട്ട് വരുന്നത്. ഇത് കാണുമ്പോൾ അവർക്കങ്ങ് സന്തോഷമാവും. അവർ വന്നിട്ട് പറയും സാറേ ഇതൊരു മോശം ഫാമിലിയാണ്, ഇത് എൻ്റെ സ്വന്തം അനിയനാണ്, ഇത് ഞങ്ങളുടെ സ്വന്തം പെങ്ങളാണ്, പക്ഷേ എന്ന് പറഞ്ഞ കാര്യമില്ല, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവരുമായിട്ട് ഉടക്കില്ല, ഈ കുടുംബമേ ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും അങ്ങ് ഇവരുടെ കൂടെ ചേരുകയാണ്. അപ്പോഴത്തേക്ക് ഇതെന്താ ഇത് മൊത്തത്തിൽ ഇങ്ങനെയാണല്ലോ, കുടുംബക്കാരൊരു സൈഡ് നാട്ടുകാരൊരു സൈഡ് എന്നൊക്കെ പറയുമ്പം നീതുവും നിധിയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല, നിഖിൽ തെറ്റ് ചെയ്തുകൊണ്ടാണ് നിഖിലിന് ശിക്ഷ കിട്ടിയെന്നൊക്കെ രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നീതുവും നിധിയും കൂടി ഒറ്റക്കെട്ടായി നിഖിലിനെതിരെ ശക്തമായി പ്രതിരോധിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയും വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.